ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കുന്നത് വലയം എന്ന നോവലിൻ്റെ 23-ാമത്തെ അധ്യായമാണ്. നോവലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഇടയ്ക്കിടെ തടവുകാർക്ക് സാധനങ്ങളായിട്ട് ലോറികൾ വന്നു പോകാറുണ്ട്. അതിൽ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടെന്ന് ആലോചിച്ചാലോ? മാർക്കോസ് ഒരു ദിവസം പറഞ്ഞു. അതൊരു നല്ല ആശയമാണെന്ന് നോബിളിനും തോന്നി. ലോറി മാത്രമല്ല, ജയിലുദ്യോഗസ്ഥരുടെ വാഹനങ്ങളും വരികയും പോകുകയും ചെയ്യാറുണ്ട്. പക്ഷേ ആ ദിക്കിലേക്ക് അടുക്കാൻ പോലും തടവുകാർക്ക് സാധ്യമല്ല. അത്രമേൽ കർക്കശമാണ് കാവൽ സംവിധാനങ്ങൾ. അതിലൊരു വണ്ടി നമ്മൾ അടിച്ചെടുത്തെന്നിരിക്കട്ടെ, നമ്മളെ പിന്തുടരാൻ അവർക്കിവിടെ വേറെ വണ്ടികളുണ്ട്. അവരുടെ തോക്കുകളോടാണ് നമുക്ക് ഒരു കൊച്ചു പിച്ചാത്തി പോലും ഇല്ലാതെ പൊരുതേണ്ടി വരിക. മാത്രമല്ല, അവരിവിടെ നിന്ന് വയർലെസ്സിലൂടെ എല്ലായിടത്തിലും വിവരം അറിയിക്കും. പുറത്തേക്കുള്ള ഗേറ്റ് അടയ്ക്കും. അവിടെയും കാവൽക്കാരുണ്ട്. അവരുടെ കയ്യിൽ തോക്കുകളും. അവരെ തകർത്ത് അപ്പുറം കടന്നാലും അപ്പോഴേക്കും പോലീസ് പട സകല റോഡുകളിലും നിരന്നു കഴിഞ്ഞിരിക്കും. രക്ഷയില്ല, നോബിൾ പറഞ്ഞു. പുറത്തേക്കുള്ള ഗേറ്റിനപ്പുറത്ത് എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു വണ്ടി കൈയടക്കാൻ പറ്റിയാലോ? മാർക്കോസ് ചോദിച്ചു. അത് വേണമെങ്കിൽ ആലോചിക്കാം. പാറ പൊട്ടിക്കുന്നിടത്തു നിന്നും 2 കിലോമീറ്റർ പോയാൽ ഓപ്പൺ ജയിലിലെ പുറത്തേക്കുള്ള കാവടമായി. പാറ പൊട്ടിക്കുന്ന ഭാഗത്തു കൂടിയാണ് റോഡ് പോകുന്നത്. അവിടെ വെച്ചൊരു വാഹനം പിടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ടു. ഗാർഡുകൾ ക്യാമ്പിൽ വിവരമറിയിച്ച് ക്യാമ്പിൽ നിന്നും വാഹനം വന്നു വേണം തങ്ങളെ പിന്തുടരാൻ. അതിനു മുമ്പ് വണ്ടിയുമായിട്ട് പുറത്തിയാടാം. ഗേറ്റിലെ കാവൽക്കാർക്ക് മുന്നറിയിപ്പ് കിട്ടും മുമ്പേ കടക്കാനും സാധിക്കും. അതേപ്പറ്റി രണ്ടുപേരും ഗൗരവമായി ആലോചിച്ചു. തീരുമാനങ്ങളെടുത്തു. വീണ്ടും വീണ്ടും പദ്ധതികൾ അഴിച്ചു പണിതു. പിന്നെ ഒരു അവസരത്തിനായിട്ട് കാത്തിരുന്നു. പല സന്ദർഭങ്ങളും കപ്പിനും ചുണ്ടിനുമിടയിൽ എന്ന പോലെ നഷ്ടമായി. 40 അന്ന് പാറ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പുറപ്പെടും മുമ്പ് ക്യാമ്പിൽ ഒരു ലോറി വന്നു. ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുന്നതും നോബിളും മാർക്കോസും ശ്രദ്ധിച്ചത്. അവർ തമ്മിൽ തിടുക്കത്തിൽ ആശയവിനിമയം നടത്തി. ലോറിയിൽ എത്ര പേരുണ്ടാവുമെന്ന് നോബിൾ നിരീക്ഷിച്ചു. തടവുകാരുടെ സംഘം പണിസ്ഥലത്തേക്ക് നീങ്ങി. മഴക്കാലം ആരംഭിച്ചിരുന്നതിനാൽ ഇടയ്ക്കിടെ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അവർ പണിസ്ഥലത്തെത്തി. റോഡിൽ നിന്നും വളരെ അകലെയല്ലാതെ നോബിളും മാർക്കോസും നിലയുറപ്പിച്ചു. പാറ പൊട്ടിക്കൽ ആരംഭിച്ചു. ഇടയ്ക്കിടെ അവർ മലയിടക്ക് വരെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. തങ്ങൾ ഉച്ചഭക്ഷണത്തിന് നീങ്ങുമ്പോഴാണ് ലോറി കടന്നു പോകുന്നതെങ്കിൽ പദ്ധതികളെല്ലാം തകരുമെന്ന് നോബിൾ ആശങ്കപ്പെട്ടു. ഉച്ചഭക്ഷണത്തിന് കയറേണ്ട സമയമായി. തോക്കേന്ത്യ ഗാർഡുകൾ തടവുകാരെ തടുത്തുകൂട്ടുകയാണ്. അപ്പോൾ ദൂരെ നിന്നും ലോറി വരുന്നത് ചാറ്റൽ മഴയ്ക്കിടയിലൂടെ കണ്ടു. മാർക്കോസും നോബിളിൻ്റെ അടുത്തേക്ക് നീങ്ങി. രണ്ടുപേരും പരസ്പരം എന്തോ മന്ത്രിച്ചു. പാറക്കെട്ടുകളും ഇടയ്ക്കിടെ കുറ്റിക്കാടുകളും നിറഞ്ഞ മലഞ്ചെരുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാത. താഴ്വാരയിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്ന വിശാലമായ ചെതുപ്പ്. അവിടെ ചെറിയ ജലാശയങ്ങൾ. പടിഞ്ഞാറ് ഇരുവശത്തെയും മലകൾ നന്നായി ഇടുങ്ങുന്നു. ആകാശം ചുരുങ്ങിയതുപോലെ തോന്നും. മലമുകളിൽ ഇല കൊഴിഞ്ഞ ഒരു വൃക്ഷം ആകാശത്തേക്ക് കൊമ്പുകളും നഖങ്ങളും നീട്ടി നിൽക്കുന്നത് ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം. നോബിള് കൂടവും കയ്യിലെന്തി ക്ഷമയോടെ കാത്തു നിന്നു. ഇടയ്ക്കിടെ അലക്ഷ്യമായി 2 പാറകൾ കഷ്ണങ്ങൾ അടിച്ചുടക്കി. ഉദ്യോഗത്താൽ അയാളുടെ ഞരമ്പുകളും പേശികളും വലിഞ്ഞു മുറുകി. തലച്ചോറിൽ രക്തമിരുമ്പി. മാർക്കോസ് റോഡിൻ്റെ മറുപുറത്തേക്ക് നീങ്ങി. കയറുന്നില്ലടാ? സഹതടവുകാരൻ അയ്യപ്പൻ നോബിളിൻ്റെ സംശയത്തോടെ നോക്കി. ആ, നിങ്ങൾ കയറിക്കോ. ചാടാമെന്ന് വിചാരിച്ചാണോടാ? തടിവിടക്കാക്കരടാ മോനെ, നിങ്ങളെ പോ. മാർക്കോസ് ഇരമ്പി വരുന്ന ലോറിയുടെ നേർക്ക് നോബിളിൻ്റെ നേർക്കും മാറി മാറി നോക്കി. പണി തീർത്തിട്ട് വന്ന് ലൈനിൽ കയറടാ. പണിയാനൊക്കെയുള്ള അവൻ്റെ ഒരു കൊതി, റാസ്കൽ. ഒരു ഗാർഡ് നോബിളിൻ്റെ നേർക്ക് അട്ടഹസിച്ചു. ലോറി ആടിക്കുലുങ്ങി അടുത്തെത്തിക്കഴിഞ്ഞു. നോബിള് കട്ടിങ്ങിന് മീതേക്ക് ചാടിക്കയറി. മാർക്കോസിന് ശ്രദ്ധ നൽകുകയും ചെയ്തു. ലോറി തൊട്ടു താഴെ എത്തിയതും അയാൾ ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. ബാലൻസ് കിട്ടിയപ്പോൾ അയാളെ ക്യാബിന് നേർക്ക് ഓടിച്ചെന്ന് കാൽ ചവിട്ടോടിയിൽ കുത്തി ഡ്രൈവറുടെ കോളറിൽ കടന്നു പിടിച്ച് പുറത്തേക്ക് വലിച്ചു. ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. നോബിള് സർവ്വശക്തിയെടുത്ത് അയാളെ പുറത്തേക്ക് വലിച്ചു തള്ളി.
ഈ മിന്നലാക്രമണം കണ്ട് ക്യാബിൻ്റെ അങ്ങേറ്റത്തിരുന്നയാൾ നോബലിൻ്റെ നേർക്ക് ചാടി വീണു. റോഡിൻ്റെ മറുവശത്തുണ്ടായിരുന്ന മാർക്കോസ് കുതിച്ചു വന്ന് ക്യാബിനിലേക്ക് കയറി. നോബലിനെ ആക്രമിച്ചവനെ അയാൾ വലിച്ച് റോഡിലേക്ക് ഇട്ടു. എല്ലാം ഞൊടിയിടയിൽ കഴിഞ്ഞു. ഈ രംഗം കണ്ട സഹതടവുകാരും ഗാർഡുകളും ഒരു നിമിഷം അമ്പരം നിന്നു. അടുത്ത നിമിഷം ഗാർഡുകൾ റൈഫിളുമായി ലോറിയുടെ നേർക്ക് ഓടിയെടുത്തു. നോബിൾ ഗിയർ മാറ്റി ആക്സിലേറ്ററിൽ കാലമർത്തി. ലോറി ഇരമ്പിപ്പഞ്ഞു. പുറകെ റൈഫിളുകളുടെ ഗർജനം കേൾക്കാമായിരുന്നു. മാർക്കോസ് സീറ്റിൽ കമിഴ്ന്നു കിടന്നു. നമ്മൾ പുറത്ത് കിടക്കും മുമ്പേ ചെക്ക് പോസ്റ്റിൽ വിവരം കിട്ടും. അവർക്ക് വയർലെസ് ഉണ്ട്, നോബിള് മാർക്കോസിനോട് പറഞ്ഞു. 2 തടവുപുള്ളികൾ ഒരു ലോറി തട്ടിയെടുത്ത് രക്ഷപ്പെടുകയാണ്. ജാഗ്രത. അവിടെ നമ്മൾ എന്തു ചെയ്യും? മാർക്കോസ് ചോദിച്ചു. നോബിൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അകലെ നിന്നും ചെക്ക് പോസ്റ്റ് കാണായി. അടച്ചിട്ടിരിക്കുകയാണ്. റോഡിന് ഇരുവശത്തും തോക്കേന്തിയ ഗാർഡുകൾ. മാർക്കോസ് പുറകിലേക്ക് നോക്കി. ദൂരെ മലമ്പാതയിലൂടെ ഒരു വാനും 2 ജീപ്പുകളും ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ടു. അവന്മാർ പുറകെയുണ്ട്, മാർക്കോസ് പറഞ്ഞു. നമ്മുടെ മുമ്പിൽ 2 വരികളേ ഉള്ളൂ. രക്ഷപ്പെടുക അല്ലെങ്കിൽ പൊരുതി മരിക്കുക. ചെക്ക് പോസ്റ്റ് അടുത്തു കഴിഞ്ഞു. ഒരു ഗാർഡ് ലോറി നിർത്താൻ അടയാളം കെട്ടി. നോബിൾ അത് അവഗണിച്ച് കടന്ന് അടഞ്ഞുകിടക്കുന്ന കാവടത്തിന് നേർക്ക് ലോറി പായിച്ചു. കമഴ്ന്നു കിടന്നു. നോബിൾ അലറി. തോക്കുകൾ തീതുപ്പാൻ ആരംഭിച്ചു. ലോറിയുടെ ചില്ലുകൾ ഉടഞ്ഞു തകർന്നു വീണു. നോബിൾ സ്റ്റിയറിംഗ് വീലിനിടയിൽ കുനിഞ്ഞിരുന്നു. ഇടയ്ക്കൊരു നിമിഷാർത്ഥ നേരത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി. പ്രവേശന കാവടത്തിൻ്റെ രൂപരേഖ മനസ്സിൽ തെറിഞ്ഞു. ഭ്രാന്തമായ വേഗത്തിൽ മുമ്പിലുള്ളവരിതെല്ലാം ഇടിച്ചു തകർത്തുകൊണ്ട് ലോറി കുതിരിച്ചോടി. എന്തൊക്കെയോ ഞെരിഞ്ഞു തകരുന്നതും ചെവി കൊട്ടിയടിച്ചതുപോലെയും തോന്നി. 2 അഗ്നിത്തിരിയുളികൾ കൈത്തണ്ടയിലും ചുമലിലും ചുവന്നു കയറി. ചോരപ്പൂ ചിതറി. മാംസം അടർന്നു തൂങ്ങി. ലോറി ചെക്ക് പോസ്റ്റും കടന്നു കഴിഞ്ഞിരിക്കുന്നു. നോബിൾ ഉയർന്ന് പാളിപ്പാളി റോഡ് വിട്ട് ചതുപ്പിലേക്ക് നീങ്ങിയായിരുന്ന ലോറി വല്ല വിധേനയും നിയന്ത്രിച്ചു. സ്റ്റിയറിംഗ് വെട്ടിത്തിരിച്ചപ്പോൾ കയ്യസ്ഥികൾ നുറുങ്ങുന്ന വേദന. മുൻഭാഗത്തെന്തോ ഞെരിഞ്ഞുയരുന്ന ഒച്ച കേൾക്കാം. മഡ്ഗാർഡ് ടയറിലൊരയുന്നുണ്ട്. മുമ്പിലെ കണ്ണാടി ചില്ല് തകർന്നു തരിപ്പണമായി. ബോണറ്റ് ഇടിയുടെ ആഘാതത്തിൽ അടർന്നു തെറിച്ചു പോയിരിക്കുന്നു. ലൈറ്റുകളും തകർന്നു. ബമ്പർ ഒരു വശം വിട്ട് റോഡിലേക്ക് തൂങ്ങി ഉരസുന്നുണ്ട്. വണ്ടി ഓടുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. ക്യാബിൻ്റെ പിന്നിൽ ഏതാനും വെടിയുണ്ടകൾ കൂടി വന്ന് തറച്ചു. ഗാർഡുകൾ പുറകെ ഓടി വന്ന് അവസാനത്തെ നിറയും ഒഴിക്കുകയാണെന്ന് നോബിളിന് മനസ്സിലായി. നോബിൾ മുഖം തിരിച്ച് മാർക്കോസിനെ നോക്കി. അയാൾ സീറ്റിലേക്കിരുന്നിട്ട് ക്യാബിലേക്ക് ചാരിയിരുന്നു. ശരീരം ഉലഞ്ഞാടുകയാണ്. മാർക്കോസ്, വെടിയേറ്റുവോ? മാർക്കോസ് അയാളെ നോക്കി പുഞ്ചിരിച്ചു. നിന്റെ പ്രകടനം ഒന്നാന്തരായി, അയാൾ അഭിനന്ദിച്ചു. പെട്ടെന്ന് വേദനയോടെ ഒന്ന് ഞരങ്ങി. മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു നുറങ്ങി. എനിക്ക് വെടിയേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാൾ പല്ല് കടിച്ച് പുരുവിർത്തു. മാർക്കോസിൻ്റെ വാരിയലുകൾക്ക് താഴെ ജയിലുടുപ്പിലൊരു ചുവന്ന വൃത്തം നോബിൾ കണ്ടു. ആ വൃത്തം ക്രമേണ വലുതായി വരുന്നു. നോബിൾ ദുഃഖത്തോടെ സ്റ്റിയറിംഗ് വീലിൽ കൈ ചുരുട്ടിയിടിച്ചു. ലോറി അതിൻ്റെ മരണപ്പാച്ചിൽ തുറന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ വയർലെസ് ടെലിഫോൺ ശബ്ദങ്ങൾ നാനാ ദിക്കിലേക്കും പാഞ്ഞിട്ടുണ്ടാവുമെന്ന് നോബിൾ ഊഹിച്ചു. ഇടിച്ചു താർന്ന നിലയിൽ ഈ ലോറി തിരിച്ചറിയാനും എളുപ്പമാണ്. നോബിൾ നേർവഴി വിട്ട് കുടുസ് വഴിയെ നീങ്ങി. പെട്ടെന്ന് പോലീസിൻ്റെ കണ്ണിൽപ്പെടുകയില്ല. ഇടം കൈ കൊണ്ട് തീരെ ബലമില്ലെന്ന് നോബിളിന് തോന്നി. അതിൽ നിന്നും ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്. ചുമലിൽ ചോരയും ജയിലുടുപ്പുകളും ഇഴുകിച്ചേർന്നൊട്ടിച്ചിരിക്കുന്നു. നോബിൾ മാർക്കോസിൻ്റെ നേർക്ക് കണ്ണുകൾ അയച്ചു. ചുണ്ടുകടിച്ച് കണ്ണിറുക്കി അടച്ച് മുഖം ചുളിച്ചു ചാരിക്കിടക്കുകയാണ് മാർക്കോസ്. അയാളുടെ മുഖം തീരെ വിളറിയിരുന്നു. അയാൾ അണിഞ്ഞിരുന്ന ജയിലെടുപ്പിനിപ്പോൾ ചുവപ്പ് നിറം. ഏറെ നേരത്തേക്ക് നോബിളിന് കാര്യമായ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യാത്ര സുഖമമായിരുന്നു. 1-2 സ്ഥലങ്ങളിൽ വെച്ച് പോലീസുകാർ റോഡിലേക്ക് കയറി നിന്നു. തടയാൻ ശ്രമിച്ചു. ഇടിച്ചു തെറിപ്പിക്കുമെന്ന് കണ്ടപ്പോൾ അവർ ഓടി മറിയുകയും ചെയ്തു. വീണ്ടും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ട ഘട്ടം വന്നപ്പോൾ സംഗതി വഷളായി. ഒരിടത്ത് കല്ലും പത്തലും വാരിക്കുട്ടി തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. ഒരു പോലീസ് ജീപ്പ് റോഡിന് കുറുകെ കിടപ്പുണ്ട്. മറ്റൊരു ജീപ്പും വാനും റോഡിനരികിൽ കിടപ്പുണ്ട്. നോബിൾ ലോറി നിർത്താൻ ഭാവിക്കുന്നത് പോലെ വേഗത നന്നെ കുറിച്ചു. കുറുകെ കിടന്ന ജീപ്പിനെ ലോറിയുടെ മുൻവശം മെല്ലെ സ്പർശിച്ചു. അതോടെ നോബിൾ ആക്സിലേറ്റർ കാലമർത്തി. തോണ്ടിക്കളയുന്ന പോലെ ജീപ്പിനെ മറിച്ചിട്ട് റോഡിൻ്റെ ഇരുവശത്തേക്ക് നീക്കിക്കൊണ്ടിരുന്ന ലോറി വീണ്ടും ഇരമ്പിക്കുതിച്ചു. കല്ലുകളുടെയും ചെടികളുടെയും മീതെ കൂടെ ചക്രങ്ങൾ ചാടിക്കയറി. ജീപ്പിലും വാനിലും കാത്തുകിടന്ന പോലീസ് സംഘം നോബിളിൻ്റെ നേർക്ക് കുതിച്ചു. മോനെ രക്ഷയില്ലടാ, മാർക്കോസ് പറഞ്ഞു. ഇനി മെയിൻ റോഡ്. വഴിനീള തടസ്സങ്ങളായിരിക്കും.
മുമ്പിൽ നിന്നും പിറകിൽ നിന്നും അവർ വളയും. നോബിളൊന്നും വേണ്ടിയില്ല. നീ മാറിയിരിക്കടാ, ഞാനോടിക്കാം. മരണവേദനയ്ക്കിടയിലും മാർക്കോസ് പറഞ്ഞു, വേണ്ട, എൻ്റെ കാര്യം പോക്കാം. ചോര ഒഴുകി തീരാറായി, രക്ഷപ്പെടുകയില്ല. നീയെങ്കിലും ചാടി രക്ഷപ്പെടാൻ നോക്ക്. ലോറിയും കൊണ്ട് ഞാൻ പോയിക്കോളാം. അവന്മാരെൻ്റെ പുറകെ പോന്നോളും, നിന്നെ ശ്രദ്ധിക്കുകയില്ല. അത് വേണ്ട ഏട്ടാ. എടാ, ഞാൻ ചാകാനുള്ളവനാ. കൂടിയാ 2-3 മണിക്കൂർ. നീ രക്ഷപ്പെട്, അല്ലെങ്കിൽ ഞാൻ ചാവുകയും ചെയ്യും, നീ കുടുങ്ങുകയും ചെയ്യും. ചെയ്തതെല്ലാം വെറുതെയാകും. ഒരുത്തനെങ്കിലും രക്ഷപ്പെട്. നോബിൾ അനങ്ങിയില്ല. മാർക്കോസ് മരണത്തിൻ്റെ പിടിയിൽ അമരുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. എങ്കിലും കൂട്ടുകാരനെ ആപത്തിൽ ഉപേക്ഷിച്ച് പോകാൻ മടി. മാർക്കോസ് ബലം പ്രയോഗിച്ചു. നോബിളിൻ്റെ കയ്യിൽ നിന്ന് വളയം പിടിച്ചെടുത്തു. നോബിൾ എതിർക്കാൻ മുതിരാതെ മാറിയിരുന്നു. അവന്മാർ പുറകെയുണ്ട്. ഏതെങ്കിലും വളവിൽ അവന്മാർ കാണാതെ ചാടിക്കോ. നോബിൾ അരികിലേക്ക് നീങ്ങി തക്കം പാർത്തിരുന്നു. മോനെ നോബിളെ, മാർക്കോസ് തളർന്ന സ്വരത്തിൽ വിളിച്ചു. എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യം വല്ലപ്പോഴും ഒന്ന് ഓർത്തോണടാ. ഞാൻ പോയ പിന്നെ ആരും ഇല്ലാത്തവരവർ. നോബിള് മാർക്കോസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരൊറ്റ നിമിഷം ഒരു അപേക്ഷ സമർപ്പിച്ചു. ഒരു വാഗ്ദാനം നൽകപ്പെടുകയും ചെയ്തു. മുന്നിൽ ഒരു കൊടുമുളവ്. എടാ അവിടെ, മാർക്കോസ് വിളിച്ചു പറഞ്ഞു. നോബിൾ പുറകിലേക്ക് നോക്കി. പോലീസ് വാഹനങ്ങൾ 100 വാര പുറകിലുണ്ട്. നോബിൾ മാർക്കോസിൻ്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. പൊക്കോടാ, മാർക്കോസ് അട്ടഹസിച്ചു. നോബിള് ക്യാബിൻ്റെ അങ്ങേയറ്റത്ത് ചാടാൻ ഓങ്ങി നിന്നു. വളവ് തിരിഞ്ഞു കഴിയുമ്പോഴും റോഡിൻ്റെ താഴെയുള്ള കുറ്റിക്കാട്ടിലേക്ക് ചാടുക എന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. ലോറി വളവ് തിരിഞ്ഞു കഴിഞ്ഞു. ഇതിലെ വൈക്കോലും കയറ്റി വന്ന ഒരു ലോറിക്ക് സൈഡ് കൊടുക്കാൻ വേഗത കുറയ്ക്കുകയും ചെയ്തു. നോബിളിൻ്റെ തലച്ചോറിൽ പെട്ടെന്നൊരു ബുദ്ധി തെളിഞ്ഞു. അയാൾ പെട്ടെന്ന് ക്യാബിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് കച്ചി ലോറിയിലേക്ക് ചാടിക്കയറി. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കോസിന് പോലും മനസ്സിലായില്ല. ഒരു നിമിഷം നോബിള് അപ്രത്യക്ഷനായിരിക്കുന്നു. എവിടേക്ക് ചാടി? കാട്ടുപൊന്തയിലോ, റോഡിലോ, ലോറിക്കടിയിലോ? കാണാനില്ല. പോലീസ് വാഹനങ്ങൾ അടുത്തടുത്ത് വരികയാണ്. മാർക്കോസ് കുഴഞ്ഞു പോകുന്നു. കാൽ ആക്സിലേറ്ററിൽ അമർത്തി വെച്ചു. നിയന്ത്രണം മറ്റതുപോലെ ലോറി പാഞ്ഞുകൊണ്ടിരുന്നു. കൈകൾ പലപ്പോഴും സ്റ്റിയറിങ്ങിൽ നിന്നും വഴുതിപ്പോയി. തനിക്ക് ഉറക്കം വരികയാണെന്ന് അയാൾക്ക് തോന്നി. കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നു. നട്ടല് വിറകൊള്ളുന്നു. ശ്രമപ്പെട്ട് കണ്ണു തുറന്നപ്പോൾ ഇരുട്ടിൻ്റെ നിറമുള്ള മൂടൽമഞ്ഞ്. പുറകെ പാഞ്ഞു വരുന്ന പോലീസ് സംഘം കണ്ടതും ലോറി ഒരു ടെലിഫോൺ പോസ്റ്റും കൊടിമരവും തറുത്ത് പൊക്കമുള്ള മതിൽ ഇടിച്ചു പൊളിച്ച് ഒരു വശത്തേക്ക് ചെരിയുന്നതാണ്. പോലീസ് വാഹനങ്ങൾ മതിലിനരികിൽ ബ്രേക്കിട്ടു. പോലീസുകാർ ചാടിയിറങ്ങി വന്നു. ലോറി വളഞ്ഞു. ലോറിയിൽ നിന്നും താഴെ വീണ് കൈവിട്ടു മുലത്തൂന്നി ചുളുങ്ങിയ മഡ്ഗാർഡിലേക്ക് സിരസൽപ്പം മലർത്തിക്കിടക്കുകയായിരുന്നു മാർക്കോസ്. അയാളുടെ മുമ്പിലേക്ക് വന്ന സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടത് മാർക്കോസ് ചുവന്നു കലങ്ങിയ വലിയ കണ്ണുകളിൽ തന്നെ തുറച്ചു നോക്കുന്നതാണ്. എഴുന്നേൽക്കടാ റാസ്കലെ, CI ആക്രോശിച്ചു. മാർക്കോസ് അനങ്ങിയില്ല. സിയുടെ മുഖത്തു തന്നെ നോട്ടം തെറിഞ്ഞിരിക്കുന്നു. ഡോഷ് മോനെ, CI കാലുയർത്തി ഒന്ന് ചവിട്ടി. മാർക്കോസിൻ്റെ ശരീരം ഒന്ന് ഉലഞ്ഞു. കണ്ണുകൾ അപ്പോഴും അതേപോലെ തന്നെയായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അധ്യായം 41. ഉച്ച കഴിഞ്ഞു തുടങ്ങിയ മഴയാണ്. തുള്ളി തോരാത്ത മഴ. 2 ദിവസമായി മഴയായതിനാൽ മിക്ക ലോറിക്കാരും തെരുവോരത്ത് വിശ്രമമാണ്. ശിവൻകുട്ടിക്ക് ഇന്നലെ ചെറിയൊരു ഓട്ടം കിട്ടി. ഇന്ന് ലോറി ഇറക്കിയതേയില്ല. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമാണ്. ടൗണിൽ നദി പാലം കവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പകൽ മുഴുവൻ ചീട്ടുകളിയായിരുന്നു. രാത്രി 8:30 മണിയായി. ശിവൻകുട്ടി ചീട്ടുകളിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ വാതിലൊരു മുട്ട്. എടാ തമ്പി, തുറന്നു നോക്ക് ആരാന്ന്. കാലൻ തമ്പി വാതിൽ തുറന്നു. വാതിലിനപ്പുറം നനഞ്ഞൊലിച്ചു നിൽക്കുന്ന ഒരു രൂപം. ജയിൽ വേഷം. വേഷം നിറയെ ചോരക്കറ. ഇപ്പോൾ വേച്ചു വീഴുമെന്ന മട്ടിലൊരു ദൈന്യരൂപം. ആശാന നോബിള്, കാലൻ തമ്പി നിലവിളിച്ചു. ശിവൻകുട്ടി ഒരു നിമിഷം സ്തംഭനായി നിന്നു. അയാളുടെ കയ്യിൽ നിന്നും ചീട്ടുകൾ കൂർന്നു വിടും. അടുത്ത നിമിഷം ശിവൻകുട്ടി ചാടി എഴുന്നേറ്റു. വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും നോക്കി. എടാ! ശിവൻകുട്ടി നോബിളിൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് താങ്ങി മുറിയിലേക്ക് കയറ്റി. നീ എങ്ങനെ വന്നടാ? ജേലിയടി. നോബിൾ ഞരങ്ങി. പോലീസ് തേടി വരും. എന്നെ വിട്ടുകൊടുക്കരുത്, കൊടുക്കരുത്. അയാൾ അപേക്ഷാഭാവത്തിൽ ശിവൻകുട്ടിയെ നോക്കി. ഇല്ലടാ, എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നെ ആരും കൊണ്ടുപോകുമല്ല. പോലീസുകാരെങ്ങാനും വരുന്നുണ്ടോയെന്നറിയാൻ ശിവൻകുട്ടി കാലൻ തമ്പിയെ മുറിക്ക് മുമ്പിൽ കാവലേൽപ്പിച്ചു. ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന 8-9 പേര് നിശ്ചലനായിരിക്കുകയാണ്. അവർക്ക് വിശ്വാസം വരുന്നില്ല. നോബിൾ ജയിലിയാടി വന്നിരിക്കുന്നു. ഇനിയെന്ത്? എന്താണാ നോക്കിയിരിക്കുന്നത്? ശിവൻകുട്ടി കൂട്ടുകാരുടെ നേർക്ക് ആക്രോശിച്ചു. ചെന്ന് തിന്നാനും കുടിക്കാനും വാങ്ങിച്ചുകൊണ്ട് വാടാ.
നോബിൾ വിശന്ന് വലഞ്ഞു വന്നിരിക്കുന്ന കണ്ടില്ലേ. കൂട്ടുകാർ 4 പാടും ചിതറി. ഏതാനും മിനിറ്റുകൾക്കകം ആവി പറക്കുന്ന പൊറോട്ടയും ഇറച്ചിക്കറിയും എത്തി. കുടിക്കാൻ ഒന്നാന്തരം വാറ്റിയാരെയോ. നോബിളിൻ്റെ മുഖത്തും കൈകളിലും ഉണ്ടായിരുന്ന മുറിവുകളെല്ലാം തുടച്ചു. ഇടത് കൈത്തണ്ടയിൽ ആഴമുള്ള മുറിവുകളാണ്. തോളിൽ മാംസം അടർന്നു തൂങ്ങി നിൽപ്പുണ്ട്. ഇതൊക്കെ എന്തു പറ്റിയതടാ? ശിവൻകുട്ടി അന്തം വിട്ട് ചോദിച്ചു. 2 വെടിയുണ്ട കയറിയതാ. ബാക്കിയെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും എടുത്തിയാടിയതാ. അമ്മാർ തൊട്ടുപുറകെ ഉണ്ടടാ. വരും, ഇവിടെ തന്നെ വരും. ഭക്ഷണവും അല്പം ചാരായവും ചെന്നു കഴിഞ്ഞപ്പോൾ നോബിളിന് എഴുന്നേറ്റ് നിൽക്കാമെന്നായി. ശിവൻകുട്ടി അയാളുടെ മുറിവുകൾ ചാരായം ഒഴിച്ച് കഴുകി. അതിനിടയിൽ നോബിൾ ജയിൽ ചാടി വന്നിരിക്കുന്നെന്ന വാർത്ത ലോറിത്തെരുവിലും വ്യാപിച്ചു. നോബിളിനെ കാണാൻ ആളുകൾ ഇടിച്ചു തള്ളി വന്നു. ഇത് അപകടമാണെന്ന് കണ്ട് ശിവൻകുട്ടി വാതിലടച്ചു. പിൻവാതിലൂടെ ശിവൻകുട്ടി നോബിളിനെ ഇറക്കി കാലം തമ്പിയുടെ വീട്ടിലേക്കാണ് അവർ പോയത്. തമ്പിയുടെ വീട്ടിൽ നോബിളിനെ രഹസ്യമായി പാർപ്പിക്കാൻ ഏർപ്പാടാക്കിയ ശേഷം ശിവൻകുട്ടി ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാൻ പുറപ്പെട്ടു. നോബിളിൻ്റെ തോളിലെയും കൈത്തണ്ടയിലെയും മുറിവുകൾ തുന്നിക്കെട്ടണം. മറ്റ് മുറിവുകൾ ഡ്രസ്സ് ചെയ്യണം. മരുന്നുകൾ നൽകണം. ശിവൻകുട്ടി ഉടനെ ഒരു ഡോക്ടറെ ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞയച്ചു. ലോറിത്തെരുവിൻ്റെ അങ്ങേയറ്റത്ത് ശാന്തി ക്ലിനിക്കിൽ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ സദാശിവൻ. ഡോക്ടറെ, തമ്പിയുടെ വീട് വരെ ഒന്ന് വരണം. ഒരാൾക്ക് പെട്ടെന്നൊരസുഖം. സദാശിവന് ശിവൻകുട്ടിയെ അറിയാം. മഴയാണല്ലോ, ഓട്ടോറിക്ഷ ഉണ്ട്. എന്താ അസുഖം? അതെന്താണെന്ന് ഡോക്ടർ വന്ന് നോക്കണം. 10 മിനിറ്റിനുള്ളിൽ ശിവൻകുട്ടി ഡോക്ടറെയും കൂട്ടി കാലം തമ്പിയുടെ വീട്ടിലെത്തി. ജയിൽ ചാടി വന്ന നോബിളിനെയാണ് താൻ ചികിത്സിക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ ഇടഞ്ഞു. ഇതിന് എന്നെ കിട്ടിയല്ലോ ശിവൻകുട്ടി. ശിവൻകുട്ടി എന്നെ ചതിക്കാൻ നോക്കുകയായിരുന്നു. ഡോക്ടർ മരുന്ന് പെട്ടിയെടുത്ത് മടങ്ങാൻ ഭാവിച്ചു. ഡോക്ടറുടെ സഹായം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ, ശിവൻകുട്ടി പറഞ്ഞു. ഇല്ല, നാളെയും മാനമായി ജീവിക്കേണ്ടവനെ ഞാൻ. പോലീസ് അറിഞ്ഞാൽ എൻ്റെ ക്ലിനിക്ക് പൂട്ടും. ഞാൻ അഴിയെണ്ണേണ്ടതായിട്ട് വരും. ഡോക്ടർ വാതുക്കലേക്ക് നീങ്ങി. കാലം തമ്പി വാതിലടഞ്ഞു നിന്നു. പോകാൻ വരട്ടെ സാറേ. പറഞ്ഞ പണിയങ്ങ് ചെയ്താട്ടെ, അല്ലാതെ ഇവിടുന്ന് ജീവനോടൊന്ന് പോവുകയില്ല. ശിവൻകുട്ടി, എന്നെ വിട്. നീ എന്നെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ വിളിച്ചോണ്ട് വന്നതാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ടുപോയി വിടുകയും ചെയ്യും. ഡോക്ടർ ഇത് ചെയ്തേ പറ്റൂ. പോലീസ് ചോദിച്ചാൽ ഞങ്ങൾ ഡോക്ടറുടെ പേര് പറയുകയല്ല. ആരും പറയില്ല. എനിക്കത് വിശ്വസിക്കാമോ? വിശ്വസിക്കുക. അതുപോലെ തന്നെ നോബിൾ ഇവിടെ നിന്നും സത്യം പോലീസിനോട് ഡോക്ടറും പറഞ്ഞേക്കരുത്. ഒറ്റക്കൊടുത്ത ഡോക്ടർക്കായി ഒറ്റ ദിവസത്തേക്ക് മാത്രം. മനസ്സിലായോ? ശിവൻകുട്ടി കർക്കശ സ്വരത്തിൽ പറഞ്ഞു. ഡോക്ടർക്ക് അനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ നോബിളിൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടി, ഡ്രസ്സ് ചെയ്തു, ഇഞ്ചക്ഷൻ നൽകി. എല്ലാം കഴിഞ്ഞ് ഡോക്ടർ ശിവൻകുട്ടി ക്ലിനിക്കിലെത്തിച്ചു. തമ്പി നോബിളിനൊടുക്കാൻ കൈലിയും ഷർട്ടും കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ കുഞ്ഞും റഷീദ് എത്തി. നീ എന്താ അബദ്ധമാണ് നോബിളെ കാണിച്ചേ? പോലീസ് നിന്നെ പിടിക്കാണ്ടിരിക്കുമോ? ശിക്ഷ ഇനിയും കൂട്ടിക്കിട്ടുകയല്ലേ? നിൻ്റെ അമ്മ പാടുപെട്ടത് വെറുതെ ആയല്ലോ, റഷീദ് വിഷമത്തോടെ പറഞ്ഞു. പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ ശിവൻകുട്ടി ഇരുട്ടിൽ നിന്നും പാഞ്ഞെത്തി. പോലീസ്. 4-5 വണ്ടി നിറയെ പോലീസ്. ലോറിത്തെരുവിൽ എല്ലാവരുടെയും മുഖത്ത് ഭീതി വരുന്നു. ലോറിത്തെരുവിൽ നീല വണ്ടികളുടെ ബ്രേക്കുകൾ ഞരങ്ങി. കാക്കിക്കുപ്പായക്കാർ ഇടുങ്ങിയ വാതിലുകളിലൂടെ ചാടിയിറങ്ങി. കടകളിലെ വിളക്കുകൾ വേഗമണഞ്ഞു. തട്ടുകൾ അടഞ്ഞു. നിരത്തിലൂടെ അതിവേഗം നീങ്ങുന്ന പോലീസ് ബൂട്ടുകളുടെ ശബ്ദം നിരന്തരം മുഴങ്ങി. ശിവൻകുട്ടി, നീ നിൻ്റെ മുറിയിലോട്ട് പോയിക്കോ, റഷീദ് നിർദ്ദേശിച്ചു. ശിവൻകുട്ടി ഇരുട്ടത്തേക്കിറങ്ങി. നോബിളെ, വിളക്ക് കെടുത്തിക്കോ, വാതിലടച്ചേക്ക്. കാലം തമ്പിയും അച്ഛൻ കുഞ്ഞും പുറത്തേക്ക് പോയി. കുറേ കഴിഞ്ഞ് തമ്പി തിരിച്ചു വന്നു. നോബിളെ, മാറിക്കോ, പോലീസ് നായം കൊണ്ടുവന്നിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ മുറിയിൽ മണം പിടിക്കുന്നു. നോബിൾ പുറത്തേക്കിറങ്ങി. റഷീദ് അത്തറുണ്ടോ? തമ്പി ചോദിച്ചു. റഷീദിന് കാര്യം മനസ്സിലായി. ഇപ്പോൾ കൊണ്ടുവരാം. റഷീദ് തൻ്റെ വീട്ടിലേക്ക് ഓടി. 5 മിനിറ്റിനുള്ളിൽ സെൻറ്റ് കുപ്പിയുമായി വന്ന് തമ്പി അത് നോബിളിൻ്റെ ദേഹത്തും പാദങ്ങളും പൂശി. കുപ്പി പിടിച്ചു. തമ്പി അത് നോബിളിനെ ഏൽപ്പിച്ചു. പോകുന്ന വഴികളിലെല്ലാം കുറേശ്ശെ തളിച്ചു. ഇടയ്ക്ക് കുപ്പി എറിഞ്ഞു കളഞ്ഞേക്കണം. പോലീസ് ലോറിത്തെരുവ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. പുറത്തേക്കുള്ള വഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് കാവലിട്ടു. തെരുവിൽ ഒരു പറ്റം പോലീസുകാർ ശിവൻകുട്ടിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. എവിടെയാണടാ നോബിള്? നിൻ്റെ മുറിയിലവൻ വന്നിട്ടുണ്ട്. നായ മണം പിടിച്ചു. എൻ്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടു. അവനെ ഒളിപ്പിച്ചില്ലടാ. ഇല്ല സാറേ. വാടാ ഞങ്ങളുടെ കൂടെ. പോലീസ് ശിവൻകുട്ടിയുടെ കൂടെ കൂട്ടി. മണം പിടിച്ച് നീങ്ങിയ നായയുടെ പിന്നാലെ കാലം തമ്പിയുടെ വീട്ടിലേക്ക് നീങ്ങി. നോബിളിൻ്റെ ജയിൽ വേഷം നായി മണം പിടിച്ച് കാട്ടിക്കൊടുത്തു. അതോടെ പോലീസിന് വീര്യം മാറി. അവർ നായയുടെ പിന്നാലെ
കാലം തമ്പിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറി. എവിടെടാ നോബിള്? പോലീസ് ഉദ്യോഗസ്ഥൻ അവറി. ഇവിടെ വന്നൊരു മുണ്ടും ഷർട്ടും ചോദിച്ചു. ഞാൻ കൊടുത്തു. അതെടുത്തോണ്ട് ഇറങ്ങിപ്പോയതാ. തമ്പി ഭവ്യതയോടെ പറഞ്ഞു. എങ്ങോട്ട്? എങ്ങാട്ടാ പോയതെന്ന് കണ്ടില്ല, പറഞ്ഞതുമില്ല. പുറയുടെ ദോഷമാണ് സത്യം. തമ്പിയുടെ മുഖമടച്ച് പ്രഹരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അമറി. ഒപ്പം ശിവൻകുട്ടിക്കും കിട്ടിയടി. തമ്പിയുടെ വീട്ടിൽ അവിടെ മണത്ത് നടന്ന പോലീസ് നായ എങ്ങും പോവാതെ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. തമ്പിയുടെ വീട് പോലീസ് അരിച്ചു പെറുക്കിയെങ്കിലും നോബിളിനെ കിട്ടിയില്ല. പെട്രോമാക്സും വിളക്കുകളും ടോർച്ചുകളും സംഘടിപ്പിച്ച് പോലീസ് വീടാന്തരം കയറിയിറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. മിക്കവരും വീടടച്ച് വിളക്ക് കൊളുത്തി. പോലീസുകാരുടെ കാലച്ചകൾക്ക് കാതോർത്ത് ഭീതിയോടെ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് 5 പോലീസുകാർ കയറി വന്നു. വരാന്തയിൽ നിന്നും വാതിൽ തട്ടി വിളിച്ചു. വാതിൽ തുറന്നേ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. വാതിലടിക്കുന്നത് ശക്തിയായി കൂടി. വൃദ്ധനായ അബ്രഹാം വന്ന് വാതിൽ തുറന്നു. പോലീസുകാരൻ അയാളുടെ കുത്തിന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി. എന്താടാ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങൾ ഉറക്കം പിടിച്ചിരുന്നു സാറേ. ഇവിടെ ലൈറ്റിലിടാ റാസ്കലെ. നേരത്തെ കടത്തിയിട്ട് കിടന്നതാ. നിൻ്റെ അമ്മമ്മയുടെ ഒടുക്കത്തെ ഉറക്കം. എല്ലാ മുറിയിലും ലൈറ്റ് ഇടറാ. അബ്രഹാം ലൈറ്റുകൾ ഓൺ ചെയ്തു. നോബിളെവിടെ? അറിയത്തില്ല. പറയടാ കിഴവാ. എവിടെയാവാൻ? എനിക്കറിയാൻ മേല സാറേ. റാസ്കൽ. കോൺസ്റ്റബിൾ വൃദ്ധനെ ചുമരിലേക്ക് ആഞ്ഞു തള്ളി. ചുമരിൽ ചെന്നിടിച്ച വൃദ്ധൻ നിലത്ത് കുഴഞ്ഞു വീണു. ഈ സമയത്ത് മറ്റൊരു വീട്ടിൽ 7 പോലീസുകാരുടെ സംഘം അക്രമാസക്തമായിരുന്നു. മുട്ടിയിട്ടും തുറക്കാത്ത വാതിൽ പോലീസ് ചവിട്ടിപ്പൊളിച്ചു. അകത്തു പതുങ്ങിയിരുന്നവരെല്ലാം പോലീസ് മർദ്ദിച്ചു. പ്രിയരെ, നമ്മുടെ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മളെ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.